പാലോട് കല്ലറ റൂട്ടിലെ വനമേഖലയിൽ വർഷങ്ങളായി ദുരൂഹതയും കൗതുകവും നിറച്ചിരുന്ന സുമതി വളവിനെ യാത്രക്കാർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാം. ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് സുമതി വളവ് എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ചതോടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലത്തിന് ഔദ്യോഗികമായ ഒരു തിരിച്ചറിയൽ കൂടി ലഭിച്ചിരിക്കുകയാണ്. പാലോട് കല്ലറ വനപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സുപരിചിതമായ പേരാണ് സുമതി വളവ്. വർഷങ്ങളായി നാട്ടുകഥകളുടെയും ദുരൂഹ കഥകളുടെയും ഭാഗമായ ഈ സ്ഥലത്ത് ഇപ്പോഴാണ് സുമതി വളവ് എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും സ്ഥലം കൃത്യമായി തിരിച്ചറിയാൻ സഹായമാകുന്നതാണ് പുതിയ ബോർഡ്. 1953 ജനുവരി 23 സുമതി എന്ന യുവതി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. കാമുകനും സുഹൃത്തും ചേർന്ന് വനമേഖലയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. തുടർന്ന് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുകയും വർഷങ്ങൾക്ക് ശേഷം മോചിതരാകുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം സുമതി കൊല്ലപ്പെട്ടതായി കരുതുന്ന വളവിനെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത്തരം കഥകൾ വനമേഖലയിൽ അനധികൃത പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാൻ ചിലർ പ്രചരിപ്പിച്ചതാണെന്നും പ്രദേശവാസികളിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് ഒരു സ്ഥലനാമത്തിന്റെ ഔദ്യോഗിക തിരിച്ചറിയൽ മാത്രമല്ല, ദുരന്തകരമായ ഒരു സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഞങ്ങൾ എല്ലാരും കൂടി സുമതി വളവ് തപ്പി വന്നതായിരുന്നു. ഇവിടെ കുറേയേറെ വളവുകളുണ്ട്. അപ്പൊ ഏത് വളവാണെന്ന് തപ്പി വന്നപ്പോ ഒരു ഡൗട്ട് തോന്നി. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്ഥലം തന്നെ മനസ്സിലായി. വർഷങ്ങളായി എല്ലാവരും സുമതി വളവ് എന്ന പേരിൽ അറിയുന്ന സ്ഥലമാണിത്. എന്നാൽ തിരിച്ചറിയാൻ ബോർഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ ബോർഡ് വന്നതോടെ യാത്രക്കാർക്കും നാട്ടുകാർക്കും സൗകര്യമായി മാറിയിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.